ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വെക്കേഷൻ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം വെക്കേഷനൊക്കെ സ്റ്റാർട്ടായില്ല. അപ്പം ഞാൻ കുറേ ദിവസമായി ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇന്നെന്തായാലും അതിന് പറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ മോർണിംഗ് തന്നെ വിൻഡോസൊക്കെ ഓപ്പൺ ആക്കിയിട്ട് പുറത്തത്തെ വ്യൂ ഒക്കെ കണ്ട് നല്ല തണുത്ത ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ആസ്വദിച്ചൊരു കോസി വൈബിൽ എണീറ്റിട്ടുണ്ട്. അപ്പോൾ എണീറ്റ പാടനെ ഞാൻ ബ്രഷ് ചെയ്യാട്ടോ. പിന്നെ ബെഡൊക്കെ നീറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് അമാലും എണീറ്റിൻ്റെ ശേഷമാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് ഞാനിപ്പോൾ കറൻറ്റ്ലി യൂസ് ആക്കുന്ന ഒരു ക്ലെൻസറാണ്. അടിപൊളിയാണ്, സെറ്റഫില്ലാണ് കേട്ടോ ഇതിൻ്റെ പേര് വന്നിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കൊണ്ട്, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും സ്കിൻ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് എന്നും ഇങ്ങനെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡേ ഒന്നല്ല. അപ്പം എന്തായാലും ഇന്ന് ഞാനങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു. നല്ല പ്രൊഡക്റ്റീവിൽ ഞാൻ തലേന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഇന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സ്കിൻ കെയർ ചെയ്തു. ഞാൻ അധികം ഒന്നും ചെയ്യാറില്ല. ഒരു മോയ്സ്ചറൈസർ ഇട്ടു, പിന്നെ ഒരു ലിപ് ബാം, ആൻഡ് ഇന്ന് എന്താ അറിയില്ല എനിക്ക് തോന്നിയിട്ട് ഞാനൊരു മസ്കാര ഇട്ടു. അപ്പോൾ പുറത്തെ ക്ലൈമറ്റൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പം ഞാനത് കഴിഞ്ഞതിന് ശേഷം മുടിയൊക്കെ ഒന്ന് വാർന്ന് ബ്രൈഡ് ചെയ്തിട്ടു. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഞാനും മെസ്സി സാധനം വാങ്ങാൻ വേണ്ടി പോകാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ കട അടിച്ചപ്പോൾ ചമ്മിയിട്ട് ഞാൻ ഇങ്ങോട്ടന് വരാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് പഴമില്ലാത്തത് കാരണം നമ്മൾ ചൂടുള്ള ചായയും പിന്നെ കുറച്ച് പഞ്ചാരൊക്കെ ഇട്ടിട്ട് അങ്ങനെ കഴിക്കാം കേട്ടോ. എനിക്ക് ഇഷ്ടമാണ് കഴിക്കാൻ, പക്ഷെ അധികം ഇഷ്ടമല്ല. അപ്പം എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ പഴമൊന്നും ഇല്ലാതാവുമ്പോൾ ഇങ്ങനെ കഴിക്കാറുണ്ട്. പിന്നെ ഞാൻ കഴിക്കുമ്പോൾ ചായ കുടിക്കാറില്ല. ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ചായ കുടിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് മദ്രസ ഉണ്ടായിരുന്നു. അപ്പോൾ മദ്രസ പോയി. മദ്രസ വിട്ടതിന് ശേഷം ഞാൻ ഇന്ന് പ്രൊഡക്റ്റീവ് ഡേ ആണല്ലോ. അപ്പോൾ ഒരു ഫേസ് മാസ്ക് ട്രൈ ആക്കാമെന്ന് വിചാരിച്ചു. ഒരു ഹോം മെയ്ഡ് ഫേസ് മാസ്ക്. അപ്പം ഇത് മറ്റേ നമ്മുടെ കടലപ്പൊടി ഉണ്ടല്ലോ, ഒരു സ്ക്രബ്ബർ എന്നൊക്കെ പറയാം. ഇത് നമ്മൾ കുറച്ച് വെള്ളം വെച്ചിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്യുന്ന ഒരു സ്ക്രബ്ബറാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ശബ്ദം കേട്ടിട്ടുണ്ടാവും. ഇത് വിഷു ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് ഏപ്രിൽ 14 അപ്പോൾ അതാണ് കേട്ടോ സംഭവം. അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ പടക്കം പൊട്ടുന്ന സൗണ്ടാണ്, ഡിസ്റ്റർബ് ആണെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വന്നിട്ട് വീണ്ടും ഒന്ന് സ്കിൻ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ എന്നും സ്കിൻ കെയർ ഒന്നും ചെയ്യാറില്ല. ഇന്ന് പ്രൊഡക്റ്റീവ് ഡേ ആയതുകൊണ്ടാണ് സ്കിൻ കെയർ ചെയ്യുന്നത്. അപ്പം എന്തായാലും ഇന്നും ഇപ്പോഴും ഞാൻ ഇതേപോലെ തന്നെ മോയ്സ്ചറൈസർ മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ലിപ് ബാം തന്നെയാണ് ഞാൻ എപ്പോഴും സ്കിൻ കെയർ ചെയ്യുമ്പോൾ യൂസ് ആക്കാറുള്ള പ്രൊഡക്ട്സ്. ഒലയുടെ മോയ്സ്ചറൈസറാട്ടോ യൂസ് ആക്കാറുള്ളത്. പിന്നെ എനിക്ക് കുളിച്ച് കഴിഞ്ഞാൽ പെർഫ്യൂം അടിക്കേണ്ട എന്താ അറിയില്ല, ഒരു ഹരമാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം തല ഒന്നുകൂടെ തുടക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നിസ്കരിക്കാൻ പോകണ വഴിക്കാണ് പക്ഷേ ചക്ക ഉണ്ട് പറഞ്ഞപ്പോൾ ഞാൻ ചക്കൊക്കെ കഴിച്ചിട്ട് പിന്നെ നിസ്കരിക്കാൻ നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ നിസ്കരിക്കുമ്പോൾ ഇതുപോലെ എനിക്ക് മുസല്ലയിൽ പെർഫ്യൂം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് പെർഫ്യൂം. അത് കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ഫുഡ് കഴിക്കാമായിരുന്നു. അപ്പം ഇന്ന് പയറുപ്പേരിയും പിന്നെ അയില മീൻകറിയും പിന്നെ പപ്പടമാണ്. അപ്പം ഞാൻ ഇപ്പോൾ ഫുഡ് കഴിക്കാനിരിക്കുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കുക. അപ്പോൾ ആദ്യം ഞാൻ ഹാരി പോട്ടറിൻ്റെ ഒരു കാർട്ടൂൺ വേർഷനായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. എനിക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ സ്പാനിഷ് മസാല കണ്ടിട്ടു ദിലീപിൻ്റെ. അടിപൊളി പടമാണ്, എനിക്കിഷ്ടമായി. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഫ്രണ്ടിൻ്റെ സിസ്റ്ററുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞാൻ ഓള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രാഫ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഞാനത് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളെ ഈ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്യൂലേ, ആ ഒരു ഡെക്കോറ് മാതിരിയുള്ള ഒരു സംഭവമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഇതുപോലെ കട്ട് ചെയ്ത് പേപ്പർ ഈ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അതിലിങ്ങനെ ഹാപ്പി ബർത്ത്ഡേൻ്റെ സ്പെല്ലിങ് ചെയ്തിട്ട് നമ്മൾ നൂലുമ തൂക്കാൻ കേട്ടോ ചെയ്യാറുള്ളത്. പിന്നെ ഒരു ഈവനിങ് നാപ്പ് എടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഫ്രണ്ടിൻ്റെ സിസ്റ്ററിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു എന്ന്. അപ്പോൾ അവൾ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചു. അതും പിന്നെ കോഫിയും കുടിച്ചു. അത് ഞാൻ എടുക്കാൻ വിട്ടു. അത് കഴിഞ്ഞാൽ ഇതെൻ്റെ ഗെയിം ടൈമാണ്. അപ്പോൾ ഞാൻ പോക്കി എന്ന് പറഞ്ഞ വെബ്സൈറ്റിലാണ് കേട്ടോ ഗെയിംസ് കളിക്കാറുള്ളത്. ഇതിൽ ഒരുപാട് ടൈപ്പ് ഗെയിംസ് ഉണ്ട്, ഗേൾസിനായാലും ബോയ്സിനായാലും ഒക്കെ. അപ്പം ഞാനിപ്പോൾ ഇതൊരു ഫാഷൻ ഗേൾ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഓരോ ദിവസം ഓരോ ഗെയിംസ് ട്രൈ ചെയ്യലാട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം മദ്രസിൽ കുറച്ച് നോട്ട് എഴുതാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തു. പിന്നെ ഞാനൊരു ബോർഡ് ഗെയിം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വെക്കേഷനൊക്കെ ആകുമ്പോൾ ഇങ്ങനത്തെ ആക്ടിവിറ്റീസിൽ എൻഗേജ് ആവുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു ബോർഡ് ഗെയിമാണ് സ്നേക്ക് ആൻഡ് ലാഡർ. അപ്പോൾ പിന്നെ അത് ഞങ്ങൾ കളിക്കാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡിന്നർ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വീഡിയോ എടുക്കാൻ വിട്ടു കേട്ടോ. അപ്പോൾ ഈ ഡൈസ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് എറേസർ വെച്ചിട്ടാണ്. അങ്ങനെ ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഉറങ്ങുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.